നമസ്കാരം, ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈജിപ്തിൽ പട്ടാളം പിടിമുറുക്കുന്നു. പുതിയ ഭരണഘടന റദ്ദാക്കിയെന്ന് പട്ടാള മേധാവി. ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റു. മുഹമ്മദ് മുർസി വീട്ടുതടങ്കലിലെന്ന് റിപ്പോർട്ട്. ബ്രദർഹുഡ് അധ്യക്ഷൻ മുഹമ്മദ് ബദീർ അറസ്റ്റിൽ. കുവൈത്തിൽ ഖാദിം വിസക്കാരെ ജോലിക്ക് നിർത്തരുതെന്ന് മുന്നറിയിപ്പ്. ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിൽ. മലയാളികളടക്കമുള്ള പ്രവാസികൾ ആശങ്കയിൽ. റമദാന്റെ ഭാഗമായി ഹറം ശുചീകരണത്തിന് പ്രത്യേക പദ്ധതി. ശുചീകരണത്തിന് 1715 തൊഴിലാളികൾ. സോളാർ തട്ടിപ്പിലെ പ്രതി സരിത നായരുമായി കൂടുതൽ മന്ത്രിമാർക്കും MLA-മാർക്കും ബന്ധം. 6 മന്ത്രിമാരും KPCC പ്രസിഡന്റും സരിതയുമായി ഫോണിൽ സംസാരിച്ചു. ഫോൺ വിവരങ്ങൾ ചോർന്നതിൽ മന്ത്രിമാർക്ക് അതൃപ്തി. പിന്നിൽ ഗ്രൂപ്പ് പോരെന്ന് സൂചന. കോട്ടയത്ത് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി. മലപ്പുറത്ത് ആഭ്യന്തരമന്ത്രിക്ക് ചെരുപ്പേറ്. നടി ശാലൂമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. UDF-ലെ അവഹേളനം സഹിക്കാനാവുന്നില്ലെന്ന് മുസ്ലിം ലീഗ്. മുന്നണിയിൽ ഗുരുതര പ്രതിസന്ധി. ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു. ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്നും ലീഗ് സെക്രട്ടേറിയറ്റിന്റെ മുന്നറിയിപ്പ്. മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടണമെന്നും ലീഗ് നേതൃത്വം. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ വികാസ് ഗൌഡയ്ക്ക് ഡിസ്കസ് ത്രോയിൽ സ്വർണം. 400 മീറ്റർ ഓട്ടത്തിൽ പൂവമ്മയ്ക്ക് വെള്ളി. വെയ് യോങ് ലിയും ഷൂബിൻ ത്യാനും വേഗമേറിയ ഒട്ടക്കാർ. വാർത്തകൾ വിശദമായി. സൈനിക അട്ടിമറി നടന്ന ഈജിപ്തിൽ പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അദ്ലി മൻസൂറാണ് പുതിയ പ്രസിഡന്റ്. മുഹമ്മദ് മുർസിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചാണ് സൈന്യം പുതിയ പ്രസിഡന്റിനെ നിയമിച്ചത്. പുതിയ ഭരണഘടന താൽക്കാലികമായി റദ്ദാക്കിയെന്ന് പട്ടാള മേധാവി ജനറൽ അബ്ദുൽ ഫത്തഹ് അൽ സിസി പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനം തള്ളുന്നുവെന്നും പട്ടാളം നടത്തിയത് പട്ടാള അട്ടിമറിയാണെന്നും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് മുർസി പ്രതികരിച്ചു. രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ സൈന്യം നൽകിയ 48 മണിക്കൂർ സമയപരിധി അവസാനിച്ചയുടനെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി പട്ടാളം വളഞ്ഞു. ദേശീയ ചാനലിലൂടെയാണ് സൈനിക മേധാവി മുർസി അട്ടിമറിച്ച വിവരം പ്രഖ്യാപിച്ചത്. ഭാവി കാര്യങ്ങൾക്കായുള്ള മാർഗരേഖയും പട്ടാള മേധാവി പ്രഖ്യാപിച്ചു. നിലവിലെ ഭരണഘടന റദ്ദാക്കി. പ്രസിഡന്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ ഉടൻ നടത്തുമെന്നും ഇക്കാലയളവിൽ ഭരണഘടന സുപ്രീംകോടതിക്കായിരിക്കും ചുമതലയെന്നും പട്ടാള മേധാവി അറിയിച്ചു. ഉച്ചയോടെ ഭരണഘടനാ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആദിൽ അൽ മൻസൂർ താൽക്കാലിക പ്രസിഡന്റായി അധികാരമേറ്റു. ഭരണഘടനാ കോടതിക്ക് മുന്നാലെയാണ് പ്രതിജ്ഞ ചെയ്തത്. മുഹമ്മദ് മുർസിയെയും പ്രസിഡന്റിന്റെ മുഴുവൻ സംഘാംഗങ്ങളെയും വീട്ടുതടങ്കലിലാക്കിയതായി സൈനിക മേധാവി അറിയിച്ചു. പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് ഗാർഡ് ക്ലബ്ബിലാണ് ഇവരെ തടവിലാക്കിയിരിക്കുന്നത്. എന്നാൽ പ്രസിഡന്റിനെ അട്ടിമറിക്കാൻ സൈന്യത്തിന് അധികാരമില്ലെന്നും ഈജിപ്തിന്റെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും സർവ്വസൈന്യാധിപനും താനാണെന്നും മുർസി ആവർത്തിച്ചു. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ നടപടി തള്ളിക്കളയണമെന്നും മുർസി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഏകാധിപതിയായിരുന്ന ഹുസ്നി മുബാറക്കിന്റെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി നടന്ന ഈജിപ്തിലെ വിപ്ലവത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ജൂൺ 30-നാണ് മുർസി അധികാരമേറ്റത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈജിപ്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കപ്പെട്ടത്. 52% വോട്ടോടെയാണ് ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് മുർസി ഈജിപ്തിന്റെ പ്രസിഡന്റായത്. 2011 ജനുവരി 25-ന് ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ഹുസ്നി മുബാറക്കിനെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കിയതോടെയാണ് ഈജിപ്ത് ജനാധിപത്യത്തിലേക്ക് വഴി തുറന്നത്. 2012 ജൂണിൽ നടന്ന ഈജിപ്തിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ 52% വോട്ടോടെ മുഹമ്മദ് മുർസി ഒന്നാമതെത്തി. മുസ്ലിം ബ്രദർഹുഡിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു മുർസി. ജൂൺ 30-ന് മുർസി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. മുബാറക് ഭരണത്തിന്റെ ബാക്കിയായ അമിതാധികാരമുള്ള പട്ടാളവും കോടതിയും അഴിമതിയിൽ മുങ്ങിയ ഉദ്യോഗസ്ഥ വൃന്ദവുമാണ് മുർസിയെ കാത്തിരുന്നത്. ഭരണപരിഷ്കാരത്തിനുള്ള ഓരോ ശ്രമത്തിലും സൈന്യത്തിന്റെ സുപ്രീം കൗൺസിൽ ഇടപെട്ടു. കോടതിയുടെ അധികാരത്തിനു മേലെ പ്രസിഡന്റിന്റെ അധികാരം സ്ഥാപിക്കുന്ന ഉത്തരവ് വ്യാപക വിമർശനം ക്ഷണിച്ചു വരുത്തി. തുടർന്ന് ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. എല്ലാ ഈജിപ്തുകാർക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ജനങ്ങളിൽ നല്ലൊരു വിഭാഗത്തിന്റെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ മുർസി പരാജയപ്പെട്ടു. പുതിയ ഭരണഘടനയും വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. ഇസ്ലാമിസ്റ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള ഭരണഘടനാ കൗൺസിൽ ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നായിരുന്നു വിമർശനം. ഹിതപരിശോധനയിൽ ഭരണഘടന പാസായെങ്കിലും മുബാറക് അനുകൂലികളും തീവ്ര സെക്യുലർ വിഭാഗങ്ങളും മുർസിക്കെതിരായ നീക്കം ശക്തിപ്പെടുത്തി. മുസ്ലിം ബ്രദർഹുഡ് വിപ്ലവം അട്ടിമറിക്കുകയാണെന്നും മുർസി ബ്രദർഹുഡിന്റെ പാവയാണെന്നുമായിരുന്നു മുർസി വിരുദ്ധരുടെ ആക്ഷേപം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമം കോടതി ഇടപെട്ട് തടഞ്ഞു. ഭരണപ്രതിസന്ധി മറികടക്കാൻ ചർച്ചകൾക്ക് ആവർത്തിച്ച് ക്ഷണിച്ചെങ്കിലും പ്രതിപക്ഷം നിരസിച്ചു. മുർസി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചുനിന്നു. തകർന്ന സാമ്പത്തികാവസ്ഥ, ഇന്ധനക്ഷാമം, തൊഴിലില്ലായ്മ തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുർസിക്ക് കഴിഞ്ഞില്ല. അധികാരമേറ്റ് 1 വർഷം പൂർത്തിയായ കഴിഞ്ഞ ജൂൺ 30-ന് ആരംഭിച്ച പ്രക്ഷോഭമാണ് സൈനിക അട്ടിമറിയിൽ കലാശിച്ചത്.
ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈജിപ്തിലെ സൈനിക അട്ടിമറി അംഗീകരിക്കാനാവില്ലെന്ന് തുർക്കി. പ്രസിഡന്റിനെ പുറത്താക്കിയ നടപടി സൈനിക അട്ടിമറിയാണെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി അഹമ്മദ് ദാവൂദ് ഒഗ്ലു പറഞ്ഞു. അക്രമം ഒഴിവാക്കി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഈജിപ്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച നടപടിയെ അംഗീകരിക്കാനാവില്ലെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി അഹമ്മദ് ദാവൂദ് ഒഗ്ലു പറഞ്ഞു. 2011 നടന്ന വിപ്ലവത്തെ അംഗീകരിച്ച രാജ്യമാണ് തുർക്കി. അതിനാൽ ഈ സാഹചര്യത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. Bu noktada demokratik bir seçimle iş başına gelmiş olan Cumhurbaşkanı Muhammed Mursi'nin Mısır ordusunun müdahalesiyle görevinden alınması, Mısır devriminin kazanımları ve demokratik süreç açısından son derece kaygı verici bir durumdur ve bu konuyu biz de çok titizlikle değerlendirmek. ഈജിപ്ഷ്യൻ ജനത അക്രമത്തിലേക്ക് പോകരുതെന്നും സംവാദങ്ങളിലൂടെ രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. മുബാറക്കിനെ പുറത്താക്കിയ ജനകീയ വിപ്ലവത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കയുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അക്ബറുദ്ദീൻ പറഞ്ഞു. We are closely monitoring the evolving situation in Egypt. As the world's largest democracy, India was amongst the first countries to welcome the 25th January revolution and the promise of genuine democracy in a large and important country like Egypt, with which we have traditionally enjoyed close and friendly ties. India urges all political forces to abjure violence, exercise restraint, respect democratic principles and the rule of law, and engage in a conciliatory dialogue to address the present situation. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ജനാധിപത്യം യാഥാർത്ഥ്യമാവില്ലെന്നതിന് തെളിവാണ് ഈജിപ്തിലെ പട്ടാള അട്ടിമറിയെന്ന് റഷ്യ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈജിപ്തിലെ സൈനിക അട്ടിമറിയെ അപലപിക്കാൻ അമേരിക്ക തയ്യാറായില്ല. എന്നാൽ ഈജിപ്തിലെ സൈനിക അട്ടിമറിയിൽ അതിയായ ആശങ്കയുണ്ടെന്ന് പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞു. ഓരോ കൊല്ലവും $1.5 ബില്യൺ സഹായമാണ് അമേരിക്ക ഈജിപ്ത് പട്ടാളത്തിന് നൽകുന്നത്. പട്ടാള അട്ടിമറി നടന്ന ഉടൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ, സുരക്ഷാ ഉപദേഷ്ടാവ്, CIA തലവൻ തുടങ്ങിയവരുമായി വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. എന്നാൽ ഈജിപ്തിലെ സൈനിക അട്ടിമറിയെ അപലപിക്കാൻ അമേരിക്ക തയ്യാറായില്ല. ഈജിപ്തിലെ സൈനിക അട്ടിമറിയിൽ അതിയായ ആശങ്കയുണ്ടെന്നായിരുന്നു ഒബാമയുടെ പ്രസ്താവന. ഓരോ കൊല്ലവും $1.5 ബില്യൺ സഹായമാണ് അമേരിക്ക ഈജിപ്ത് പട്ടാളത്തിന് നൽകുന്നത്. പട്ടാളത്തിന് അമേരിക്ക സൈനികമായും സഹായം നൽകുന്നുണ്ട്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഈജിപ്ത് സൈന്യം അട്ടിമറിച്ചുവെന്ന് സമ്മതിച്ചാൽ സൈനിക സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെക്കേണ്ടി വരും. അതിനാലാണ് സൈനിക നടപടിയെ വിമർശിക്കാത്തതെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയുടെ നിലപാട് ഇരട്ടത്താപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഈജിപ്തിൽ ജനാധിപത്യം ഉടൻ തിരിച്ചു വരട്ടെയെന്ന് യൂറോപ്യൻ യൂണിയൻ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്താൻ സാധിക്കണമെന്നും EU വിദേശകാര്യ മേധാവി കാതറിൻ ആഷ്ടൺ പ്രസ്താവനയിൽ പറഞ്ഞു. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ജനാധിപത്യം പുലരില്ലെന്നതിന് തെളിവാണ് ഈജിപ്തിലെ പട്ടാള അട്ടിമറിയെന്ന് റഷ്യ. സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളും പട്ടാള അട്ടിമറിയെ സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ താഴെ ഇറക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാമ്രാജ്യത്വ ശക്തികളെന്ന വിലയിരുത്തൽ. ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഇസ്രായേൽ അനുകൂല ശക്തികളുടെ പ്രവർത്തനത്തിന്റെ അനന്തരഫലമാണ് ഈജിപ്തിലെ പട്ടാള അട്ടിമറിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈജിപ്തിൽ അധികാരത്തിലിരുന്ന ജനാധിപത്യ സർക്കാരിനെ കഴിഞ്ഞ ദിവസമാണ് പട്ടാള അട്ടിമറിയിലൂടെ താഴെ ഇറക്കിയത്. സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള സംഘർഷം മുർസി സർക്കാരിന്റെ ഭരണത്തിന്റെ തുടക്കം മുതൽ തന്നെ വ്യാപകമായിരുന്നു. ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ ഭരണത്തിന്റെ 1ാം വാർഷികാഘോഷ സമയത്ത് രാജ്യത്ത് പ്രതിഷേധം വ്യാപകമാവുകയും നിരവധി പേർ മുർസിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരത്തുകൾ ഇറങ്ങുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് രാഷ്ട്രീയ കളി നടത്തുകയായിരുന്നു സാമ്രാജ്യത്വ അനുകൂലികളായ ഈജിപ്ത് പട്ടാളമെന്ന് കോളമിസ്റ്റായ താജ് ആലുവ അഭിപ്രായപ്പെടുന്നു. പഴയ ഭരണകൂടത്തിൻ്റെ ആളുകൾ, അതുപോലെ തന്നെ അവിടുത്തെ വ്യവസായികളും അതുപോലെ ബിസിനസ്സുകാരും അടങ്ങുന്ന വലിയ ലോബി, അതുപോലെ തന്നെ ഇഖ്വാനിനെതിരെ, ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പൊതുവിൽ നിലനിൽക്കുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിദ്വേഷം മുതലെടുത്തുകൊണ്ട് വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി നടന്ന ഒരു അട്ടിമറി തന്നെയാണ് വാസ്തവത്തിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സുരക്ഷയ്ക്ക് ഭംഗം വരുത്തുന്ന ഒരു നീക്കത്തെയും അയൽ രാജ്യങ്ങളിൽ അനുവദിക്കുകയില്ല എന്ന ചിന്തയും ഈ അട്ടിമറിക്ക് കാരണമായതായി രാഷ്ട്രീയ നിരീക്ഷകനായ ഖുത്തുബ് അഭിപ്രായപ്പെട്ടു. സൈന്യം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭീമമായ സപ്പോർട്ട്, അത് എല്ലാ വർഷവും നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ സാമ്പത്തിക സഹായം, അത് രാഷ്ട്രീയ കൈകളിലേക്ക് ആയിപ്പോകുന്നതിനെ ഒരിക്കലും അവിടുത്തെ സൈന്യം അനുകൂലിക്കുന്നില്ല. നീണ്ട പതിറ്റാണ്ടുകാലത്തെ ഏകാധിപത്യ ഭരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന ജനാധിപത്യ സർക്കാർ എന്ന നിലയിൽ രാഷ്ട്രീയമായ ഒട്ടനവധി തടസ്സങ്ങൾ പ്രസിഡന്റ് മുർസിക്ക് ഉണ്ടായിരുന്നു.
ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ മുഹമ്മദ് മുർസിക്ക് കഴിഞ്ഞിരുന്നു. താൽക്കാലിക വിജയം ലഭിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഭാവിയിൽ തീർച്ചയായും ബ്രദർഹുഡ് അത് ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ സ്വാധീനം കുറേ കൂടി വിശാലമാക്കിക്കൊണ്ട് തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷയാണ് അധിക പേരും ഈ സംഭവത്തിൽ കാണുന്നത്. റമീസ് ചാത്തിയാറ, മീഡിയ 1, ഖത്തർ. വിപ്ലവാനന്തരം ഈജിപ്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഏറ്റവും അധികം ശക്തി പകർന്ന രാജ്യമാണ് ഖത്തർ. ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തതോടെ ഖത്തറും ഈജിപ്തും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ആശങ്ക നിലനിൽക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പട്ടാള അട്ടിമറിയെ അനുകൂലിക്കുന്ന നിലപാടാണ് ഗൾഫ് രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയും UAEയും സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അഭിനന്ദന സന്ദേശങ്ങൾ സൗദി ഭരണകൂടം ഈജിപ്തിലേക്ക് അയക്കുകയും ചെയ്തു. ഖത്തറിന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക്. റമദാൻ പ്രമാണിച്ച് ഖത്തറിൽ ഭിക്ഷാടകരെ നിയന്ത്രിക്കുമെന്ന് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി അറിയിച്ചതായി പെനിൻസുല പത്രം റിപ്പോർട്ട് ചെയ്തു. CIDയുടെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഭിക്ഷാടന വിരുദ്ധ വകുപ്പിന്റെയും സഹായത്തോടെയായിരിക്കും നിയന്ത്രണം നടപ്പിലാക്കുക. ഭിക്ഷാടനം നിയമവിരുദ്ധമായിരിക്കെ റമദാൻ മാസത്തിന്റെ പവിത്രത ഉപയോഗപ്പെടുത്തുന്ന സ്ഥിതി രാജ്യത്ത് നിലവിലുണ്ട്. റമദാൻ മാസത്തിൽ ഭിക്ഷയാചിക്കൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാണെന്നും ലഖ്വിയ തലവൻ ബ്രിഗേഡിയർ അലി സൽമാൻ അൽ മുഹന്നദി പറഞ്ഞു. റമദാന്റെ ഭാഗമായി ഹറം ശുചീകരണത്തിന് പ്രത്യേക പദ്ധതി. ശുചീകരണത്തിന് 1715 തൊഴിലാളികളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 1245 പേർ സ്ഥിരം തൊഴിലാളികളും 470 പേർ താൽക്കാലികമായി നിയോഗിക്കപ്പെട്ടവരുമാണ്. ശുചീകരണത്തിനായി ഹറം അകംപുറം വിവിധ ഭാഗമായി തിരിച്ചാണ് ശുചീകരണ പദ്ധതി. വികലാംഗരും രോഗികളും പ്രായം ചെന്നവരുമായ തീർത്ഥാടകർക്കായി ഹറമിൽ ഉന്തുവണ്ടികൾക്ക് 9 പ്രവേശന കവാടങ്ങൾ നിശ്ചയിച്ചു. ഉന്തുവണ്ടികൾക്ക് മാത്രമായി നിർമ്മിക്കുന്ന പുതിയ പാതയുടെ നിർമ്മാണം റമദാൻ മധ്യത്തോടെ പൂർത്തിയാകും. ഇതുവരെയാണ് താൽക്കാലിക സംവിധാനം ഉണ്ടാവുക. കേരളത്തിലെ 9 പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ കേര സംഘടിപ്പിക്കുന്ന ജെംടെക്സ് വെള്ളിയാഴ്ച ദുബൈ എമിറേറ്റ്സ് ഹോട്ടലിൽ നടക്കും. സാങ്കേതിക പ്രദർശനം, സെമിനാറുകൾ, പൊതുസമ്മേളനം, സുവനീർ പ്രകാശനം എന്നിവ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചലച്ചിത്ര താരം മധു വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സൗദിയിലെ സ്വദേശിവൽക്കരണത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെടുന്ന പ്രവാസി മലയാളികൾക്ക് ജോലി നൽകുമെന്ന് ലുലു ഗ്രൂപ്പ് MD MA യൂസഫ് അലി. സൗദിയിൽ തുടങ്ങാനിരിക്കുന്ന ഹൈപ്പർ മാർക്കറ്റുകളിൽ 1000 പേർക്ക് വൈകാതെ ജോലി നൽകും. കൂടാതെ റമദാനു ശേഷം നിർമ്മാണം ആരംഭിക്കുന്ന ബൊൾഗാട്ടി പദ്ധതിയിലും സൗദിയിൽ നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് മുൻഗണന നൽകുമെന്ന് യൂസഫ് അലി ദുബൈയിൽ അറിയിച്ചു. ഞാൻ തന്നെ എൻ്റെ കമ്പനിയിൽ തന്നെ ഏതാണ്ട് 1000-ഓളം ആളുകളെ, ഇപ്പോൾ ഓൾറെഡി 50 ആളുകളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതാണ്ട് ഒരു 1000-ഓളം ആളുകൾ എൻ്റെ പുതിയതായി തുടങ്ങാൻ പോകുന്ന ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് ഞാൻ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുകയാണ്. അതിന് എൻ്റെ ആളുകൾ എംബസിയുമായി സഹകരിച്ച് ഈ റമദാനിന് ശേഷം റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാട്ടിലേക്കുള്ള വഴി തേടി ദമാമിൽ നാടുകടത്തൽ കേന്ദ്രത്തിന് സമീപം കുടിൽ കെട്ടി താമസിച്ചിരുന്ന ശ്രീലങ്കൻ സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചു. സുമിത് പാൽ എന്ന 59-കാരനാണ് മരിച്ചത്. കൊടും ചൂടിൽ ഭക്ഷണം പോലും ലഭിക്കാതെ കഴിഞ്ഞിരുന്ന ഇയാൾക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ കൂടെയുള്ളവർ വിവരമറിയിച്ചതനുസരിച്ച് റെഡ് ക്രസന്റ് എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു. മൃതദേഹം ദമാം മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദിവസങ്ങളായി തെരുവിൽ കഴിയുന്ന തൊഴിലാളികളെ സുമിത് പാലിന്റെ മരണം രോഷാകുലരാക്കി. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലാണ് ഇവരെ അടക്കി നിർത്താൻ സഹായിച്ചത്. വിരലടയാളം രേഖപ്പെടുത്തിയിട്ടും എക്സിറ്റ് ലഭിക്കാതെ ഊഴവും കാത്ത് കഴിയുന്നവരാണ് നാടുകടത്തൽ കേന്ദ്രത്തിന് ചുറ്റും കുടിൽ കെട്ടി കഴിയുന്നത്. വിവിധ രാജ്യക്കാരായ ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യങ്ങളില്ല. കൊടുംചൂടിൽ ഒരു കുപ്പി വെള്ളം വാങ്ങാൻ പോലും കഴിയുന്നില്ല. ആദ്യമൊക്കെ വിവിധ സംഘടനകളും ചില മനുഷ്യസ്നേഹികളും നൽകിയ ഭക്ഷണങ്ങൾ ഇവർക്ക് ആശ്വാസം പകർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതും നിലച്ചിരിക്കുകയാണ്. അല്പം തണലുള്ള ഭാഗങ്ങളൊക്കെ ഇവർ കൈയടക്കി കഴിഞ്ഞു. എംബസിയുടെയോ സംഘടനകളുടെയോ അടിയന്തര കൂട്ടായ്മകളിൽ ഇവർക്ക് താമസിക്കാൻ ടെന്റുകളും ഭക്ഷണവും മരുന്നും ഒരുക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം നേരിടേണ്ടി വന്നേക്കാം എന്നാണ് വിലയിരുത്തൽ. മീഡിയ 1 ജിദ്ദ.